ഓക്കെ, ഇതിൽ നമ്മൾ യൂട്യൂബ് തംബ്നെയിൽ നമ്മൾ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് തംബ്നെയിലിൽ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഡാറ്റ നമുക്ക് വേണം. ഡാറ്റ മീൻസ് ക്ലയൻറ്റ് നമുക്ക് അയച്ചു തരണം അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത തംബ്നെയിലാണ് ഇതെല്ലാം. ഇതിലെല്ലാം എന്ത് വേണം നമുക്ക്? ഇവിടെ ഈ ഒരു ആൾ ഇരിക്കുന്ന കണ്ടോ, ഇവനൊരു ടേബിളുമ്മലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ടാബിളും ഇവനും നമുക്ക് ഇതുപോലെ കിട്ടിയാലാണ് നമുക്കിത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലുള്ള ഫോട്ടോസ് ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഇനി ഇതാണെങ്കിലും കണ്ട, എല്ലാം ഇവർ ഇത് അയച്ചു തരണം. അതായത് നമ്മളെ ക്ലയന്റ് നമുക്ക് എന്ത് അയച്ചു തരും? അവരുടെ ഫൂട്ടേജ് അയച്ചു തരും. ഓക്കെ, അപ്പൊ ആളിവിടെ ഒരു ടാബിളും ഇരിക്കുകയാണ്. ഈ പീസ് ഇവിടെ വെച്ചതാണ്, ഇതിവിടെ വെച്ചതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനേ ഉള്ളൂ? ക്രിയേറ്റ് ചെയ്യാനേ ഉള്ളൂ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ നമുക്കത് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറഞ്ഞ ഒരു പ്രാക്ടിക്കൽ പ്രോജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ കയ്യിൽ ഡാറ്റ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കോൺട്രാക്റ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അവർക്ക് അവർ മന്ത്ലി ഒരു 30 വീഡിയോ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 30 വീഡിയോ നമുക്ക് തന്നെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അവരുടെ നമുക്ക് ഡാറ്റ അയച്ചു തരും, കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അങ്ങനെയാണ് യൂട്യൂബ് തംബ്നെയിൽ നമ്മൾ ചെയ്യുക. പിന്നെ ഞാൻ ഇതുവരെ യൂട്യൂബ് തംബ്നെയിൽ ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ, കാരണം ഞാൻ ബൾക്കായിട്ട് അങ്ങനെ ബൾക്ക് ഓർഡർ ഞാൻ എടുക്കലില്ല. ഓക്കെ, അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്രീലാൻസിങ് തുടങ്ങിയ സമയത്ത് ഞാൻ ബൾക്ക് ഓർഡർ എടുത്തിരുന്നു. ഇങ്ങനെ മന്ത്ലി ഇത്ര ചെയ്ത് കൊടുക്കുക എന്നുള്ള ബൾക്ക് ഓർഡർ ഞാൻ തുടങ്ങിയ സമയത്ത് എടുത്തിരുന്നു. പിന്നെ ഞാൻ ആ ബൾക്ക് ഓർഡർ ഞാൻ അങ്ങനെ എടുക്കലില്ല. കാരണം എന്താ വെച്ചാൽ ബൾക്ക് ഓർഡർ നമ്മൾ ആ സമയമാകുമ്പോൾ അവർക്ക് ചെയ്ത് കൊടുക്കണം, കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ ഒരു ബാധ്യത ഞാൻ എടുക്കലില്ല. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ യൂട്യൂബ് തംബ്നെയിലിൽ എനിക്ക് എൻക്വയറി വന്നിട്ടുണ്ട്, ഞാൻ അതുവരെ ചെയ്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, ആ ഒരു യൂട്യൂബ് തംബ്നെയിൽ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ എന്തില്ല, അതിൻ്റെ ഡാറ്റ അല്ല. മനസ്സിലായോ? ചെയ്യാൻ നമുക്ക് ഈ ഒരു സാധനം കിട്ടിയാൽ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഇത്രയും വർക്ക് ചെയ്തില്ലേ, ഇത് ചെയ്യാൻ വലിയ ഡിഫിക്കൽട്ട് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു ഇമേജ്, ഇപ്പം ഈ ഒരു ആള് ഈ ഒരു ടേബിളും ഇരിക്കുന്ന ഇമേജ് ആണ്. ഇപ്പം ഇയാളാണ് നമുക്ക് വർക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ ആൾ എന്ത് തരും? ആളുടെ കുറച്ച് ഫൂട്ടേജസ് നമുക്ക് അയച്ചു തരും, കുറച്ച് ഇമേജസ് നമുക്ക് അയച്ചു തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ഇമേജസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണം. കണ്ടോ, അപ്പോൾ ആൾ അയച്ചു തരും, എന്താ ഇങ്ങനത്തെ ഒരു ഇമേജ് നമുക്ക് അയച്ചു തരും. എന്നിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പം എൻ്റെ കയ്യിൽ ഞാൻ ഈ വർക്ക് ചെയ്യാത്തതുകൊണ്ട്, ഞാൻ യൂട്യൂബ് തംബ്നെയിലിൻ്റെ വർക്ക് ഞാൻ ചെയ്യാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ എന്തില്ല? ഈ ഡാറ്റ അല്ല, എന്ത്, ഈ ക്ലയൻസിൻ്റെ യൂട്യൂബേഴ്സിൻ്റെ പിക്ചർ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്? യൂട്യൂബ് തംബ്നെയിൽ ചെയ്യാത്തത്. ഓൾറെഡി ഇത്രയും വർക്ക് നമ്മൾ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നത് യൂട്യൂബ് തംബ്നെയിലുള്ളൂ. നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബറിന്റെ തംബ്നെയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ക്രിയേറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സെൽഫായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? സെൽഫായിട്ട് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ബേസിക് ലെവൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ മലയാളത്തിൽ ടെക്സ്റ്റ്, മലയാളം ഫോണ്ട് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലല്ലോ. എവിടെയും എല്ലായിടത്തും നമ്മൾ എന്താ യൂസ് ചെയ്ത്? ഇംഗ്ലീഷ് ഫോണ്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് മലയാള ഫോണ്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ മലയാള ഫോണ്ട് ക്യാൻവയിൽ എങ്ങനെ ഇടുക എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം നമ്മൾ ബ്രൗസർ ഓണാക്കുക. എന്നിട്ട് ബ്രൗസറിൽ എന്ത് ചെയ്യുക? മംഗ്ലീഷ് കീബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ബ്രൗസറിൽ മംഗ്ലീഷ് കീബോർഡ് PC സെർച്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? മംഗ്ലീഷ് കീബോർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ കഴിയും. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾക്ക് വേണ്ടത്, ഇതാണ് മംഗ്ലീഷ് കീബോർഡ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് ആക്കിയാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഇംഗ്ലീഷിലാവും. മംഗ്ലീഷ് ആക്കിയാൽ നമ്മൾ മലയാള കീബോർഡ്, നമ്മുടെ ഫോണിൽ മംഗ്ലീഷ് കീബോർഡ് ഇല്ലേ, അവരുടെ തന്നെ കമ്പ്യൂട്ടർക്കുള്ള സോഫ്റ്റ്വെയർ ആണിത്. ഇവിടെ നമുക്ക് ഇപ്പം ഞാൻ സെർച്ച് ചെയ്താൽ അവിടെ എന്ത് വരും? അവിടെ വരും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ ഇവിടെ എന്താ ടൈപ്പ് ചെയ്യാം? എന്നിട്ട് അങ്ങനെ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്താ ടൈപ്പ് ചെയ്യാം? എടാ മോനെ. ഓക്കെ, ഞാൻ അത് ടൈപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ കോപ്പി കൊടുക്കുക. ഇവിടെ കോപ്പി ടെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഒന്നും നോക്കണ്ട, നിങ്ങൾ കോപ്പി ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഞാൻ നോർമൽ ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞുതരാം. അതാ, പിന്നെ ഈ മെത്തേഡ് ആകുമ്പോൾ എല്ലാ കാലത്തും ഉണ്ടാവും. അതുകൊണ്ട് നോർമൽ ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞുതരാം. എന്ത് ചെയ്യുക? മംഗ്ലീഷ് കീബോർഡ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എടാ മോനെ ടൈപ്പ് ചെയ്യുക. എടാ മോനെ അല്ല, നിങ്ങൾക്ക് വേണ്ട ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? പുതിയ ടാബ് എടുക്കുക. എന്നിട്ട് അവിടെ കുറ്റി പെൻസിലിന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് കാണുന്ന സൈറ്റ് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമ്മൾ കോപ്പി ചെയ്ത സാധനം അല്ലേ, അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ കോപ്പി ചെയ്ത സാധനം
മംഗ്ലീഷ് കീബോർഡിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്ത സാധനം എന്ത് ചെയ്യുക, Ctrl+V ക്ലിക്ക് ചെയ്തിട്ട് ഇത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൺവേർട്ട് എന്ന് കണ്ടോ, ഈ കൺവേർട്ട് നോക്കിയിട്ട് കോപ്പി ആസ് FML സീരീസ് എന്ന് കണ്ട, രണ്ടാമത്തത് കൺവേർട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ആസ് FML സീരീസ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം എന്ത് ചെയ്തു, അപ്പം ഇങ്ങനെ വരും. ഇനി ഇവിടെ എന്ത് ചെയ്യുക, കോപ്പി ടെക്സ്റ്റ് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻവ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത സാധനം ഇവിടെ പേസ്റ്റ് ചെയ്യാം. Ctrl+V നോക്കിയിട്ട് പേസ്റ്റ് ചെയ്യുക. എവിടുന്ന് കോപ്പി ചെയ്ത, ഇവിടുന്ന് കോപ്പി ചെയ്ത ടെക്സ്റ്റ് നമ്മൾ ക്യാൻവയിൽ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അത് ഇങ്ങനെയാണ് വരിക. ഇനി എന്ത് ചെയ്യണം, നമ്മളത് മലയാളത്തിലോട്ടാക്കണം. മലയാളത്തിലുള്ള ഫൗണ്ട് കണ്ട, എടാ മോനെ, ഇതെല്ലാം മലയാളത്തിലുള്ള ഫൗണ്ടാണ്. ഈ മലയാളത്തിലുള്ള ഫൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം പർച്ചേസ് ചെയ്താലേ കിട്ടുള്ളൂ. പ്രീമിയം പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഈ മലയാളത്തിലുള്ള ഫൗണ്ട് കിട്ടൂല. മലയാളത്തിലുള്ള ഫൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മലയാളത്തിലുള്ള ഫൗണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രീമിയം നിങ്ങൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ പ്രീമിയത്തിന് 4000 രൂപയാണ് പ്രൈസ് വരുന്നത്. നമ്മളത് പുറത്ത് 1000 റുപ്പീസിനാണ്, ഇൻക്ലൂഡിങ് ഓൾ മലയാളം ഫോൺസും ആപ്പും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ 1000 റുപ്പീസിനാണ് പുറത്ത് കൊടുക്കുന്നത്. നമ്മുടെ സ്റ്റുഡൻസിന് നമ്മളത് 75% ഓഫറിൽ 250 രൂപക്ക് നമ്മളത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്റ്റുഡൻസിന്. ഓക്കെ, അതിൽ ഈ കണ്ട മലയാളം ഫോണ്ട് എല്ലാം അതിലുണ്ട്, ഇഷ്ടം പോലെ മലയാളം ഫോണ്ട് ഇതിലുണ്ട്. ഓക്കെ, നോർമൽ ക്യാൻവയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മലയാളം ഫോണ്ട് ആഡ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഫോണ്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം വേണം. ഇഷ്ടംപോലെ മലയാളം ഫോണ്ട് എന്തുണ്ട് ഇവിടെ ഉണ്ട്, വൈഡ് വെറൈറ്റി ഓഫ് മലയാളം ഫോണ്ട് എന്തുണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, വേണ്ട, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയാണ് മലയാളം ഫോണ്ട് ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ, മലയാളം ഫോണ്ട് വെച്ചിട്ട് നമ്മൾ ഇതുവരെ പോസ്റ്ററും കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ അല്ലേ, അപ്പൊ ഇങ്ങനെയാണ് മലയാളം ഫോണ്ട് ആഡ് ചെയ്യുക. മലയാളം ഫോണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ മംഗ്ലീഷ് കീബോർഡിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണോ മലയാളത്തിൽ വേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വോയിസ് ടൈപ്പും ഉണ്ട്, നമുക്ക് വോയിസ് പറഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. എന്നിട്ട് കുറ്റി പെൻസിൽ എന്നുള്ള സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് കൺവേർട്ട് ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തത് കോപ്പി ടു FML സീരീസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്യാൻവയിൽ വന്നിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫോണ്ട് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ മലയാളം ഫോണ്ടിൽ നിങ്ങൾക്ക് ഏതാ വേണ്ട വെച്ചാൽ സെലക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും, മലയാളം ആക്കാൻ പറ്റും. ഓക്കെ അല്ലേ, അപ്പം അത്രേ ഉള്ളൂ കാര്യം, ഒരു ചെറിയൊരു ക്ലാസ് ആണ്. ഓക്കെ, അപ്പം ഇതോടുകൂടി എന്ത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബേസിക് ലെവൽ ക്യാൻവയും അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനി ഇന്റർമീഡിയറ്റ് ലെവൽ ക്യാൻവ സ്റ്റാർട്ട് ചെയ്യാം.